ഹായ് സുഹൃത്തുക്കളെ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് തയ്യാറാക്കുന്നതേ നമ്മുടെ പാടത്ത് നിന്ന് തന്നെ ഉപ്പ കൊണ്ടുവന്നേ കയ്പം കൊണ്ടുള്ള ഉപ്പേരിയാണ്. അതെങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് തയ്യാറാക്കാന്നുള്ളതാട്ടോ. കത്തിയും പച്ചക്കറിയും കണ്ടപ്പോൾ നമ്മുടെ വിരുമോക്കന്നെ ഒരു പൂതി. അത് കണ്ട പോക്കൊന്ന് കട്ട് ചെയ്യണം. പക്ഷേ ഞാൻ അത് കട്ട് വെച്ചു. ഞാൻ ചെയ്തു. ഇതെങ്ങനെ ചെയ്യുക വെച്ചപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ ചെയ്യാട്ടോ എന്ന് പറഞ്ഞ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേന് കൈമണി കത്തി കൊണ്ടുപോകുന്ന സംശയത്തിൻ്റെ പേരിലോട് ഓടിപ്പോൾ ചെറിയൊരു പൊടി ബ്ലഡ് പൊടിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എനിക്കൊരു മാസത്തേക്കുള്ളത് എനിക്ക് ഉറപ്പായി. കെട്ടണം, ഓയിൻമെൻറ്റ് തേക്കണം, പനി വരുന്നതിന് ഇവിടെ കൊടുക്കണം. അതൊക്കെ ഓരോ ആചാര വിശ്വാസം കേട്ടോ. അപ്പോൾ എങ്ങനെ ആയാലും അതിന് അതിലേറെ വലിയൊരു കെട്ടും കെട്ടി അവിടെ ഇരിക്കുന്നുണ്ട്. ഫോട്ടോ എടുത്താൽ പിന്നെ ഇരുന്ന് കരച്ചിരുന്നേക്കാൻ അങ്ങനെ നമുക്ക് പോയില്ല. ഏതായാലും ഇത് കട്ട് ചെയ്തൊക്കെ കണ്ടപ്പോൾ അത് കുഞ്ഞിത്തെ കട്ട് ചെയ്ത് കണ്ടപ്പോൾ കുട്ടിയുടെ വിചാരം യേശുട്ടിൻ്റെ ചെറിയ മോനെ വിചാരം എന്തോ മധുരക്കായനാണ്. അപ്പോൾ ഓൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓനെ പിന്നെ കണ്ടതന്നെ ഇല്ല. ഓനൊരു പോക്കർ പോയി. ഏതായാലും കുട്ടികളൊക്കെ ശ്രുതികൾ കാണാണ്ട് രസമാണല്ലോ. എന്താ കയ്പ മധുരാന്നൊന്നും നോക്കാറില്ല. ഇതൊന്ന് വന്ന് നോക്കും. പിന്നെ എന്തുണ്ടെങ്കിലും ഉണ്ടാക്കണുണ്ടാൽ ചോറും കഞ്ഞിയും അവനക്ക് കൊടുക്കണ മുത്താരൊന്നും പറ്റില്ല കേട്ടോ. ഏതായാലും ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായപ്പം ഫസ്റ്റിൽ ഏതായാലും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇവിടെ ഏതായാലും നന്നായി പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അത് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിൻ്റെ കൂട്ടത്തിൽ വേപ്പിലൊക്കെ ഇടുന്നുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കയ്പം കൊണ്ട് പല ഐറ്റംസ് ഉണ്ടാക്കാം. കയ്പ് തീരെ ഇല്ലാത്ത രീതിയിൽ കുറഞ്ഞ കയ്പുണ്ടാവും എങ്കിലും അങ്ങനെ വല്ലാത്ത കയ്പില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാക്കാം. പക്ഷെ ഇപ്പോഴത്തെ കയ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. വീട്ടിലുണ്ടാക്കിയതാണ് മതി, നാട്ടിൽ കടകളിലായാലും മതി. അതൊക്കെ വേവിച്ചു വിടും. അതേപോലെ ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കയ്പക്കൊപ്പേരി എന്ന് പറഞ്ഞാൽ അപ്പാരെ ഫേവറേറ്റാണ്. അത് കടയിൽ എവിടെ കണ്ടാലും അത് വേവിച്ചു വരും. എന്നിട്ട് അത് കൊടുന്ന ആൾക്ക് കാണാൻ പറ്റില്ല, അപ്പം ഉണ്ടാക്കണം. ഏതായാലും അതിന് ശേഷം നമുക്ക് കറിവേപ്പില കൂത്തിയതിന് ശേഷം വലിയ സവാള ഇട്ട് കൊടുക്കാം. സവാളിൻ്റെ കൂട്ടത്തിൽ തന്നെ പച്ചമുളക് ഇട്ട് കൊടുത്ത് കേട്ടോ. നന്നായിട്ട് വഴറ്റുക. ഉപ്പാക്ക് ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് വേകണം. എന്നിട്ട് ഞാൻ പറയും ഉപ്പാക്ക് പല്ല് നമുക്ക് വെച്ചുപ്പിക്കാൻ തരും. ചോറാണെങ്കിലും എന്താണെങ്കിലും ഉപ്പാക്ക് നന്നായിട്ട് വേകണം. അപ്പം ഇങ്ങനെ മുട്ടായി കഴിക്കും, നന്നായിട്ട് മുട്ടായി ചെയ്യും. ആദ്യത്തെ മിക്സ് മുട്ടായി കഴിച്ചിന്, ഇപ്പോൾ ഏലാതി മുട്ടായി കഴിക്കും. ഏതായാലും അത് നന്നായിട്ട് വേണ്ടല്ലോ. നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ കയ്പൊക്കെ വേവാനേ കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഉപ്പാക്ക് നന്നായിട്ട് വേവണമെന്ന്. അല്ലെങ്കിൽ ആവിക്കിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചാൽ മതി. പക്ഷെ ഉപ്പാക്ക് നന്നായിട്ട് വേവണം, അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓവറായിട്ടുള്ള കയ്പില്ല കേട്ടോ. ഇതിന് മുന്നൊക്കെ ഇപ്പം കൊണ്ടുവന്നിരുന്നത് പാടത്തുണ്ടാക്കി തന്നെ അത് ചെറിയതായിട്ടാണാവോ, കൊച്ചാവുക അറിയാലോ, അങ്ങനെ ആയിട്ടാണ് നല്ല കയ്പുണ്ടായത്. ഇത് കുറച്ചും കൂടി വലുതായിട്ടാണ് അത്രയൊന്നും കയ്പില്ല. ചിലർക്ക് കയ്പൊക്കെ നല്ല ഇഷ്ടമായിരിക്കും ഭക്ഷണത്തിൽ കൂട്ടുമ്പോൾ. ചിലർക്ക് കയ്പൊക്കെ കാണുന്ന തന്നെ അലർജിയായിരിക്കും. എൻ്റെ മോൾക്ക് പറ്റില്ല കേട്ടോ. മോള് കണ്ടാൽ തന്നെ എനിക്ക് വേണ്ടതാണ്. ഞാൻ ഓള് കൂട്ടാൻ വേണ്ടിയിട്ട്
ശർക്കര ഒക്കെ ഇട്ട് ഉണ്ടാക്കി വെക്കും. അച്ചാറുണ്ടാക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ, കയ്പ്പങ്ങ അച്ചാർ. ശർക്കര ഒക്കെ ഇട്ടിട്ട് ഈത്തപ്പഴമൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടിച്ചു വെക്കാം. അത് വെന്ത്